ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കായപ്പൊടിയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ കണ്ണങ്കായ, കുന്നങ്കായ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്ന ഈ കായ എടുത്ത് നന്നായി ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളിത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ നല്ലോണം കറയുണ്ടാകും. അപ്പോൾ ആ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മളിങ്ങനെ തോലൊക്കെ കളഞ്ഞ ശേഷം നേരിട്ട് ഈ കഞ്ഞിവെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 2-3 മണിക്കൂർ ഇട്ട് വെച്ച ശേഷം നമ്മൾ ഈ കായൊക്കെ എടുത്ത് മഞ്ഞൾ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കും. മഞ്ഞൾ വെള്ളം എന്ന് പറഞ്ഞാൽ പച്ച മഞ്ഞൾ ചതച്ച് ശുദ്ധമായ വെള്ളത്തിലിട്ട് അതിലോട്ട് നമ്മൾ ഈ കായ ഇട്ട് വെച്ച് ശേഷം ചിപ്സിന് അരിയുന്ന പോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കും. എന്നാൽ തീരെ കനമില്ലാതെ കേട്ടോ, കുറച്ചൊക്കെ കനത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുക. ശേഷം നമ്മളിത് വീണ്ടും ഒരു ദിവസം ഫുൾ ഓവർനൈറ്റ് വെച്ച ശേഷം പിറ്റേന്ന് നന്നായി വീണ്ടും ശുദ്ധവെള്ളത്തിൽ കഴുകി എടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്തിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് 2-3 വട്ടം കഴുകി എടുക്കുകയാണ്. ഇത് 6 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്ന ഫുഡാണ്. കുഞ്ഞുങ്ങൾക്ക് വയറുവേദന എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഈ കായപ്പൊടി കൊടുക്കുന്നതിലൂടെ പോകും. പിന്നെ നമ്മൾ ഈ കായ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതുമൂലവും വയറുവേദന കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം മാത്രം നമ്മൾ ഉണക്കാനിടുക. അപ്പോൾ നമ്മൾ ഉണക്കാനിടുന്നതിൻ്റെ ഇടയിൽ മഴയൊക്കെ വന്ന് പോയി. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചു. പിന്നെ ഇത് നമ്മൾ ഒരിക്കലും ഉണങ്ങാതെ ചുരുട്ടി വെക്കരുത്. അപ്പോൾ ഇത് കേടുവരാൻ ചാൻസ് കൂടുതലാണ്. നമ്മളെപ്പോഴും ഓരോന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം. എന്നാലേ ഇതിൽ പൂപ്പലൊന്നും പിടിക്കാതെ ഇരിക്കൂ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നന്നായി ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ഒരാഴ്ചത്തോളം വെയിലത്ത് നന്നായിട്ട് ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് 6 മാസമാകുമ്പോൾ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളൊരു ഉണങ്ങിയ നല്ല വൃത്തിയുള്ള ഡപ്പയിൽ ഇങ്ങനെ ആക്കി വെക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം അതിനനുസരിച്ച് ഉപയോഗിക്കാം.